റെയിൽവേ സ്റ്റേഷൻ്റെ അറ്റത്ത് ഒരാൾ നിൽക്കുന്നുണ്ടാവും, ആളുടെ അടുത്ത് കോഡ് കൊടുക്കണം. ഹലോ, കോഡ് വീട് ബീഡി. നിന്റെ സ്ഥലം എവിടെയാടാ? நான் வந்து மதுரைங்க. இங்கே வந்து சேரணும்னா இந்த மாதிரி கன்றாவியா ட்ரெஸ் போட்டு வந்தால் சேர்த்த மாட்டோம், தெரியாதா? பாருங்கண்ணா, ஆனால் இது மட்டும் பத்தாது. இங்கே சேரணும்னா கொஞ்சம் ரூல்ஸ் எல்லாம் இருக்கு, அதெல்லாம் முடிச்சுட்டு தான் நீ வந்தியா? அந்த ரூல்ஸு ഞാൻ തീർത്തു, അല്ല മുടിച്ചിട്ടേ അണ്ണേ. അതാവത് മതി, സത്യം പറടാ, നീ മലയാളിയല്ലേ? അതെ, ഞാൻ പാലക്കാടാണ്. വീണ്ടും മലയാളി. ഞാൻ ആ പന്നിയുടെ അടുത്ത് പറഞ്ഞാണ് വല്ല ബംഗാളിയോ ബീഹാറിയോ മതിയും. പോലക്ക് നിന്റെ അടുത്ത് വളച്ചോട്ടില്ല. ഞാനൊരു 3 ചോദ്യം ചോദിക്കും. ആ 3 ചോദ്യത്തിനുള്ള നിന്റെ ഉത്തരം പോലെ ഉണ്ടാവും നിന്നെ ഇവിടെ ജോലിക്ക് എടുക്കണോ വേണ്ടിയോ എന്നുള്ളത്. കണ്ട ആപ്പ ഉപ്പ ഗുണ്ടാസങ്കേതം പോലെയല്ല ഈ ആദോ ലോകേഷിന്റെ ഗുണ്ടാസങ്കേതം. നിന്റെ ആദ്യത്തെ ചോദ്യം, നമ്മൾക്ക് ആദ്യം വരുന്നൊരു കൊട്ടേഷൻ ഒരു അമ്പലപരിപാടിൻ്റെ കൊട്ടേഷനാണ്. നീയും ഞാനും മാത്രം അവിടെ പോയി 2-3 എണ്ണത്തിന് അങ്ങോട്ട് തട്ടണം. സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത് അവിടെയുള്ള എല്ലാവരും കൂടെ നമ്മളെ റൗണ്ട് അപ്പ് ചെയ്തു എന്നുള്ളത്. നമ്മുടെ കയ്യിൽ ടൂൾസ് ഒന്നുമില്ല, നീയും ഞാനും മാത്രം. ആ സിറ്റുവേഷനിൽ നീ എന്ത് ചെയ്യും? ആശാനെ, അവിടെ ഇപ്പം എത്ര 30 പേര് നമ്മളെ തല്ലാൻ വരുമോ? 10 പേരുടെ തല്ല് ഞാൻ വാങ്ങും. ഓട്ടെ, ആശാന് വേണ്ടി 15 പേരുടെ തല്ല് ഞാൻ വാങ്ങും. ആശാന്റെ ശരീരം വെച്ചിട്ട് ആശാൻ എങ്ങനെ ഒരു 20 പേരുടെ തല്ല് വാങ്ങില്ലേ? ആശാനെ, നമ്മളെന്തിനാ ഒരു തല്ലിയിട്ട്? അതൊക്കെ വലിയ പ്രശ്നവും. നമ്മൾ തല്ല് വാങ്ങിയിട്ട് അവരെ തളർത്തണം. പോടാ, എന്റെ കൺമുമ്പിൽ നിൽക്കാതെ പോ, എവിടെയും പോടാ. പോവാനാ ആശാനെ? ഇനി 2 ചോദ്യം കൂടില്ല, അതും കൂടെ ചോദിക്കും. ഞാൻ പറഞ്ഞിട്ടല്ല ആൻസർ പറഞ്ഞു. എടാ, അതോ കുട്ടമണ്ട ആളുകളോട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അടി പണ്ടേ പേടിയാണല്ലോ. ഞാൻ നീ എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നീ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ നാട്ടിൽ മൊത്തം എത്ര റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാ? ഒരു റെയിൽവേ സ്റ്റേഷൻ. പിന്നെ നീ എന്താ എന്നെ പെടുത്തിയില്ല എന്ന് പറഞ്ഞു? പക്ഷെ ഒരു 19 പേര് വരുന്നുണ്ട്. നമ്മുടെ ആൾക്കാരല്ലേ അവര്? ആ, നമ്മുടെ ആളല്ലോ. നിന്റെ രണ്ടാമത്തെ ചോദ്യമാണോ വന്നുകൊണ്ടിരിക്കുന്നത്? ഇതിന് നീ എങ്ങനെ ഉത്തരം ചെയ്യണം എന്നുള്ളതിനെ വെച്ചിട്ടാണ് നിന്റെ അടുത്ത ചോദ്യം. നീ എന്റെ ഒരു നീല കളർ സെഞ്ചി അവിടെ ഉണ്ടാവും, എടുത്ത് തരുമോ? അത് കൊടുത്തിട്ട് ആശാൻ. ആശാനെ ഇപ്പൊ പറയും, ഞാൻ എന്ത് ചെയ്യണം? നീ അവരെ പറഞ്ഞ മനസ്സിലാക്കുക. 3ാമത്തെ ചോദ്യം റെഡിയാക്കി ആശാൻ. 3ാമത്തെ ചോദ്യത്തിന് ജീവൻ നീ കാണാം. ആശാനെ, അവര് ശരിക്കും തല്ലുവോന്നൊരു സംശയം. ആശാനെ